അപ്പൊ നമ്മൾ ഇന്ന് ഏറ്റവും സ്പെഷ്യലായ ഒരു സ്ഥലത്ത് എപ്പം നിൽക്കുന്നത് അല്ലേ? അതെ, നേരത്തെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയുടെ പ്രത്യേകതയൊക്കെ. ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്നാണ് തിരുവോണ ദിവസം ഭക്ഷണം കഴിക്കുക. ഒരു പെരുമയുള്ള സദ്യയാണത്. നമ്മളിപ്പോ നിൽക്കുന്നത് ആ സദ്യയുടെ കാഴ്ചകളും അതിന്റെ വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് കലവറയിലാണ്. അപ്പൊ കലവറയിൽ ഇങ്ങനെ ചോറ് റെഡിയായി, എല്ലാം റെഡിയായി കഴിഞ്ഞു തോന്നുന്നു. രാവിലെ തന്നെ ചോറ് റെഡിയായി കഴിഞ്ഞു. നല്ല തുമ്പപ്പൂ പോലെയുള്ള ചോറ്, കുത്തരി ചോറ് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. പാചകപ്പുരയിൽ മറ്റ് പാചകങ്ങളൊക്കെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ മാഹിൻ അതൊന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. അപ്പോ അവസാനവട്ട ഒരുക്കങ്ങളാണ്. ഈ രാവിലെ 10:30 മുതലാണ് ഇവിടെ സദ്യ തുടങ്ങുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 10-15,000 പേർ എന്നുള്ളതാണ് ഇവരോട് നേരത്തെ സംസാരിച്ചു പറഞ്ഞു. ഇനി അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ കഴിയും. പായസം. അപ്പൊ നമ്മള് കുറച്ചൊന്ന് തിന്നുന്ന സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു എന്താ പറയുന്നത് റിസ്ക് എടുത്ത് നടക്കുന്നത്. ഇപ്പൊ പച്ചമോരുണ്ട്, പലതരത്തിലുള്ള തോരൻ, പായസം, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാളനുണ്ട്. അപ്പോ ഈ പലതരം വിഭവങ്ങൾക്കിടയിലൂടെ നമ്മളെ ഇങ്ങനെ അമലാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. ഇതെന്താണ്? അറിയുന്ന ആരോടെങ്കിലും ചോദിക്കല്ലേ? കാളനല്ലേ? കാളൻ. കൂട്ടുകറിയുണ്ട് ഇവിടെ. ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നത്. പായസമൊക്കെ തയ്യാറായി കഴിഞ്ഞു. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ആണ് കണ്ടിട്ടുള്ളത്. ഒരേ വിഭവം തന്നെ ഒന്നിലേറെ വലിയ പാത്രങ്ങളിൽ ഇത് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. 10,000-നും 15,000-നും ഇടയിൽ ആളുകൾ വരും എന്നാണ് ഇവരുടെ ഒരു കണക്കുകൂട്ടൽ. ഇനി ഒരു പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കഴിയും എന്നാണ് നേരത്തെ നമ്മൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ. ഇവിടെ കലവറയിൽ നമുക്ക് നാളികേരം, അതുപോലെ തന്നെ നേന്ത്രപ്പഴം, ഇതൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇതിന്റെ നല്ലൊരു ശതമാനം ഉപയോഗിച്ചു കഴിഞ്ഞു അല്ലേ? അതെ അതെ. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ ഉപയോഗിച്ച് ഇത്രയധികം പേർക്ക് നടത്തുന്ന ഒരു സദ്യ എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കും. അപ്പോൾ ഇവിടെ ആ സദ്യവട്ടങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.